ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ യു പി സ്കൂൾ ടീച്ചർ ഇൻ്റർവ്യൂ അനുഭവമാണ് പറയുന്നത്. നമുക്കറിയാം LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ അതുപോലുള്ള പോസ്റ്റുകൾക്ക് നമ്മൾ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാലും ഒരു ഇൻ്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇൻ്റർവ്യൂവിനുള്ള 20 മാർക്ക് കൂടി കൂട്ടിയായിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഇടുക്കി മെയിൻ ലിസ്റ്റിലാണ് ഞാൻ ഉൾപ്പെട്ടിരുന്നത്. ഇടുക്കി ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂ നടന്നത് പത്തനംതിട്ടയിൽ വെച്ചിട്ടായിരുന്നു. പത്തനംതിട്ട PSC ഓഫീസിൽ കുറച്ച് പേർക്ക് ഇടുക്കി ഡിസ്ട്രിക്റ്റ്, കുറച്ച് പേർക്ക് കോട്ടയം, കുറച്ച് പേർക്ക് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, അങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ജൂലൈ 31, 2025 ഇൻ്റർവ്യൂവിന് ബയോഡാറ്റ ബേസ് ചെയ്തിട്ടാണ് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. സബ്ജക്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബയോഡാറ്റയിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു തവണ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര നാളുകൾക്ക് ശേഷം വീണ്ടും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാം, എന്തിനാണ് അത്ര ഒരു കാലതാമസം, എത്ര നാൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ്, അതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ. പിന്നീട് ഞാൻ എൻ്റെ ഹോബിയിൽ ചെറിയ കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഹൈക്കു കവിതകൾ, ഇത്തരത്തിലുള്ള ഹൈക്കു കവിതകളാണോ എഴുതാറ്, ദെൻ എങ്ങനെ എഴുതിയ ഒരു കവിത പാടാൻ പറഞ്ഞു, ദെൻ എങ്ങനെ കുട്ടികളിലേക്ക് കവിത എത്തിക്കാം, മലയാളം കവിതകൾ കുട്ടികളിലേക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ അവരെ കവിത പഠിപ്പിക്കാം, ദെൻ കവിത ചൊല്ലുന്നതും കവിത പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രീതിയിലുള്ള ബയോഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നോട് ചോദിച്ചത്. മറ്റ് എൻ്റെ ഫ്രണ്ട്സിന് ചിലരോട് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലും ഏത് സബ്ജക്റ്റ് ആണോ, നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രി ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് കുറച്ച് പേരോട് ഫാസ്റ്റ് ഫുഡിനെ കുറിച്ച്, അതുപോലെ മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതുപോലെ ആർട്ടിഫിഷ്യൽ കളർ, ആർട്ടിഫിഷ്യൽ ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫിസിക്സ് എടുത്തവരോട് എന്തുകൊണ്ടാണ് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് ഓൺ ആവുന്നത്, അല്ലെങ്കിൽ ഫാൻ എന്തുകൊണ്ടാണ് സ്വിച്ച് ഇടുമ്പോൾ ഫാൻ ഓൺ ആവുന്നു, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഫാൻ ഓഫ് ചെയ്യുന്നു, ഫാൻ ഓഫ് ആവുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കും, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ എങ്ങനെ കുട്ടികൾക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു കാര്യം അറിയാമോ എന്നതിൽ ഉപരി അത് നമ്മൾ ഓൾറെഡി എക്സാമിന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഒരു കാര്യം കുട്ടികളിലേക്ക് ഏത് രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമുക്കറിയാം പഴയ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ല ഇപ്പോൾ ഉള്ളത്. ടീച്ചേഴ്സ് പറഞ്ഞ് ആ ഒരു രീതിക്കല്ല, കുട്ടികളെ കൂടി ആക്റ്റീവ് ലിസണേഴ്സ് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കുട്ടികളെ കൂടി ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കിക്കൊണ്ടുള്ള ലേണിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എപ്പോഴും ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം നമ്മുടെ ക്ലാസ്. നമ്മളൊരു ക്ലാസ് എടുക്കാൻ ആരോടും തന്നെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നില്ല, പറഞ്ഞാലും ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം ക്ലാസ് എടുക്കുന്നത്. കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള രീതിയിലായിരിക്കണം നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ എന്താണ് ടീച്ചർ ഓറിയൻറ്റഡ് ആയിട്ട്, ടീച്ചർ ഒരു കാര്യം പറയുന്നു, കുട്ടികൾ അത് കേട്ടിരിക്കുന്നു, അങ്ങനെയുള്ള ആ ഒരു പഴയ രീതി തന്നെ ഇപ്പോൾ മാറിയെന്ന് നമുക്കറിയാം. അപ്പോൾ എപ്പോഴും നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ കുട്ടികളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് നമ്മളോട് ചോദിക്കും. ചിലപ്പോൾ ഒരു ഇംഗ്ലീഷിലെ ഒരു പോയം ആവാം, അല്ലെങ്കിൽ സയൻസിലെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് ആവാം. അപ്പോൾ എപ്പോഴും സയൻസിലെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് കാണിച്ചും ഡെമോ കാണിച്ചൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് മുമ്പിൽ പഠിപ്പിക്കേണ്ടത് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കേണ്ടത്. അതുപോലെ സോഷ്യൽ സയൻസ്, ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്ലോബുകളോ ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ പറ്റും. ആ രീതിയിൽ ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയുന്നില്ലെങ്കിലും എങ്ങനെ ഒരു ടോപ്പിക്ക്, ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടത്. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചത്. എങ്ങനെ ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിനാണ് സോളാർ സിസ്റ്റം എന്ന ആ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നത്. സോഷ്യൽ സയൻസിലും നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, എന്തിനാണ് പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസോ രീതിയിലായിരിക്കില്ല നമ്മളോട് ചോദിക്കുന്നത്. ആ ഒരു ടൈമിൽ അവർക്ക് നമ്മുടെ ബയോഡാറ്റയൊക്കെ കണ്ട് നമ്മുടെ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ എന്ത് ചോദിക്കാൻ അവർക്ക് അപ്പോൾ തോന്നുന്നോ അതായിരിക്കും ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ എല്ലാ ക്ലാസ്സിലും ടെക്സ്റ്റ് ബുക്കുകൾ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ മാറിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നോക്കി പഴയത് പുതിയത് തമ്മിൽ എന്താണ് വ്യത്യാസം നോക്കി, അതുപോലെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, മലയാളമോ ഇംഗ്ലീഷും എല്ലാം ഏതെങ്കിലും ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ഏതെങ്കിലും ഒരു ഭാഗം ജസ്റ്റ് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പാകത്തിന്. അതുപോലെ ഒരു ടോപ്പിക്ക് കിട്ടിയാൽ ഫ്രിക്ഷനോ
സോളാർ സിസ്റ്റമോ ഏത് ഒരു ടോപ്പിക്ക് കിട്ടിയാലും അതെങ്ങനെ കുട്ടികളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് വെക്കുക. ഏതൊരു ടോപ്പിക്ക് കിട്ടിയാലും ഇതെങ്ങനെ കുട്ടികളിൽ എഫക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന കാര്യം ആലോചിച്ച് വെക്കുക. ആ രീതിയിലായിരിക്കും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും സാധ്യതയുണ്ട്.